തൃശൂർ കുറുപ്പം റോഡിൽ മനോരമ കെട്ടിടത്തിലെ ഒന്നാം നിലയിലെ ഗ്ലാസ് തകർന്നു വീണ് കാൽനട യാത്രക്കാരന് പരിക്കേറ്റു. പരിക്കേറ്റ ഗോപാലകൃഷ്ണനെ ജില്ലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തികച്ചും നിർഭാഗ്യകരമായ ഒരു സംഭവമാണ് നടന്നത്. അപ്പോൾ നാളെ തന്നെ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ഈ റൗണ്ടിലുള്ള എല്ലാ കടകളും അതുപോലെ തന്നെ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ മറ്റും പരിശോധിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് വിലയിരുത്തുകയും എന്തെങ്കിലും നടപടി എടുക്കേണ്ട ബിൽഡിംഗ് ആണെങ്കിൽ അത് തികച്ചും പരിശോധിച്ചതിന് ശേഷം കോർപ്പറേഷന് നമ്മൾ ലെറ്റർ കൊടുക്കുകയും ചെയ്യും. ഇനി ഇങ്ങനെ ഒരു സംഭവങ്ങൾ റൗണ്ടിൽ വരാനായിട്ട് പാടില്ല. കാരണം എന്താ വെച്ചാൽ പൊതുജനങ്ങളുടെ സുരക്ഷ നമ്മളുടെ കൂടെ ഒരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇനി നടപടികൾ പാലിക്കാതെ, ചട്ടങ്ങൾ പാലിക്കാതെയോ എന്തെങ്കിലും ഷോപ്പിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മാളുകളുടെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള നടപടികൾ ഉടനെ ഉണ്ടായിരിക്കും. കെട്ടിട ഉടമയ്ക്കെതിരെ ഒരു നടപടി എന്ന് പറയുന്നത് നമുക്ക് പരിശോധിച്ച ശേഷം പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഇത്തരം കാരണം അപായപരമായ കാര്യങ്ങൾ ഇപ്പോൾ നമ്മളെ അറിയാമല്ലോ, തൃശ്ശൂർ ടൗണിൽ ഏകദേശം ചെറുതും വലുതുമായ ആയിരക്കണക്കിന് കെട്ടിടങ്ങളുണ്ട്. അപ്പോൾ അത് സഞ്ചാരപാതയിൽ അപകടകരമായ രീതിയിലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെതിരെ നമ്മൾ അതിന് ലെറ്റർ കോർപ്പറേഷൻ കൊടുക്കും. അടിയന്തരമായിട്ട്, അതായത് ആത്യന്തികമായിട്ട് അതിൻ്റെ നടപടി സ്വീകരിക്കേണ്ടത് കോർപ്പറേഷനാണ്. അത് നമ്മൾ കോർപ്പറേഷനിലേക്ക് ഇൻഫോം ചെയ്യും. നമുക്കൊരു മെസ്സേജ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഗ്ലാസ് വീണിട്ട് ഒരാൾക്ക് പരിക്ക് പറ്റിയെന്നുള്ള മെസ്സേജ് കിട്ടിയിട്ടാണ് ഫയർഫോഴ്സിന് ഇവിടുന്ന് ഒരാൾ വിളിച്ച് അറിയിക്കുകയായിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് ഗ്ലാസ് അവിടുന്ന് വീഴുകയും കുറച്ച് പോർഷൻ വീഴുകയും ബാക്കി ഭാഗം ഡേഞ്ചറായിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് തന്നെ നമ്മൾ ഒരാൾക്ക് മാത്രമേ പരിക്ക് പറ്റുള്ളൂ. കാരണം ബാക്കി വന്നവരെ പെട്ടെന്ന് അവരെ സ്റ്റോപ്പ് ചെയ്തു. കുറച്ച് സ്റ്റുഡൻസ് ബാക്കിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ തൽക്കാലം സ്റ്റോപ്പ് ചെയ്തിരുന്നു. പരിക്ക് പറ്റിയാൾക്ക് കുറച്ച് പരിക്കുണ്ടായിരുന്ന ആൾ പെട്ടെന്ന് അൺകോൺഷ്യസ് ആയെന്നാണ് പറഞ്ഞത്. അപ്പോൾ നേരെ ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അതിനുശേഷം ബാക്കിയുള്ള ഗ്ലാസ്സുകൾ നമ്മൾ മേൽ സ്റ്റെപ്പ് വഴി കയറി, അവിടെ പൂട്ടായിരുന്നു, അത് നമ്മൾ തുറന്ന് അത് മൊത്തം മാറ്റുകയുണ്ടായി. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുകയും ബാക്കി ഗ്ലാസ് റിമൂവ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. അവിടെ ജോലിക്കാരുണ്ട്, നമ്മുടെ സ്റ്റാഫും ഉണ്ട്. അവരുടെ നമ്മൾ കൺട്രോളിലാണ് ഇപ്പോൾ ഗ്ലാസ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്.